ഹലോ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ കുറച്ച് എഗ് പപ്സും അതുപോലെ തന്നെ പിസ്സയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വന്ന ഭാഗം, അത് വേസ്റ്റ് ആക്കാതെ അതിൻ്റെ കുറച്ച് ബാക്കി വന്ന ഭാഗം ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ആവാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത്. പിന്നെ ഇതാ കുറച്ച് സ്ലൈസ് ബ്രെഡാണ്, പിന്നെ ഇതാ ബ്രെഡ്, ബട്ടർ, പിന്നെ ഇതാ ചായ, 2 ഗ്ലാസ് ചായയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ടൊമാറ്റോയും സവോളയും പച്ചമുളകും സാൾട്ടും പെപ്പർ പൗഡറും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള യോമി ബ്രെഡ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. സാധാരണ മൺഡേ ടു ഫ്രൈഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല കാര്യമായിട്ട് നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടലും ലഞ്ച് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഹെവി ആയിട്ടുള്ള ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചും അങ്ങനെയാണ് പതിവ്. അപ്പം എപ്പോഴും സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് ലഞ്ച് തട്ടിക്കൂട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസിലും ഇക്കാക്ക് പോകണ്ടാത്തത് കൊണ്ടും സാറാക്ക് സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ടും അവർ നന്നായിട്ട് ലേറ്റായിട്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത്. അപ്പോൾ 11:30-12 ഒക്കെ ആകുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായയും ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസുമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അതൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേനാണ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ. അപ്പം ലഞ്ച് നോർമലി വീക്ക് ഡേയ്സിൽ നന്നായിട്ട് കഴിക്കാത്തത് കൊണ്ട് വീക്കെൻഡ്സിൽ നല്ല രീതിയിൽ ലഞ്ച് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഈ 2 ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടുമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ വീക്ക് ഡേയ്സ്, വീക്കെൻഡ്സ് ഡെയിലി റുട്ടീൻ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ലഞ്ചിൻ്റെയും റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ചെയ്തു. ഞാൻ ബട്ടർ തേച്ചതിന് ശേഷം വെജീസൊക്കെ ഇട്ട് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്തു. പിന്നെ ബാക്കി ചൂടായ പപ്സും കാര്യങ്ങളും എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ രാവിലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ചൂട് ചായ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് സംഭവം. അപ്പോൾ 2 ഗ്ലാസ് ചൂട് ചായ. അപ്പം സ്റ്റൊമക്ക് അത്യാവശ്യം ഫില്ലാകും. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പോടു കൂടി ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കഴിക്കാം. അപ്പോൾ ചായ അങ്ങ് നീട്ടി ഒഴിച്ചപ്പോൾ കുറച്ച് ടേബിളിലൊക്കെ വീണിട്ടുണ്ട്, അത് തുടച്ചു മാറ്റും. അപ്പോൾ 3 പ്ലേറ്റിലാക്കിയിട്ടുണ്ട്, സാറായിക്കും എനിക്കും ഇക്കായ്ക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ആണ്. അപ്പം അത് കഴിഞ്ഞോളൂല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ആക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പണ്ട് മുതൽ ഒരു ഫുഡ് പോലും വേസ്റ്റ് ആക്കാതെ നോക്കുന്ന ഒരാളാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. പിന്നെ ഞാനിത് 1 ഗ്ലാസ് ചായയും കുടിച്ച് അതുപോലെ തന്നെ എൻ്റെ സാൻഡ്വിച്ചും അതുപോലെ തന്നെ പിസ്സയും പപ്സും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡയറിയിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഡയറിയും ഒരു പെൻസിലും എടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ലോങ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഹെവി വർക്കാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഷോർട്സ് ഒരു ദിവസം അതായത് കുറച്ച് കൂടുതൽ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേനും നമുക്ക് ഒരു കാൽക്കുലേഷൻ വേണം. അല്ലാതെ പെട്ടെന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് സ്കാറ്ററിങ് ആ ഒരു രീതിയിൽ നമുക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വെക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ഓർഡറിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡയറിയിലെ എഴുത്തും അതുപോലെ തന്നെ എൻ്റെ ചായ കുടിയും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി. ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഞാൻ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഐറ്റംസാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. ആ പ്ലാനിങ് പ്രകാരം എനിക്ക് വേണ്ട ഇപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ നോക്കുകയാണ്, എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഇന്ന് കുക്കിങ്ങിന് ആവശ്യമുള്ള ഐറ്റംസ് എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേനും ചീത്തയാവാൻ ചാൻസ് ഉള്ള
അതായത് ലീഫി വെജിറ്റബിൾ ഉണ്ടല്ലോ, അതായത് മുരിങ്ങയില, ചീര, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ കുറച്ച് ഡേയ്സ് ചീത്തയാവും. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇന്നലെ ഞാൻ മുരിങ്ങയില എടുത്ത് തീർത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചീര വെക്കാം. ചീരയും അധികം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇന്ന് ലഞ്ചിനുള്ളത് കൊണ്ട് തന്നെ ഇക്കയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിളാണ് നമ്മുടെ ഈ ഒരു പച്ചപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ പച്ചപ്പയറും ചീരയുമാണ് ഇന്ന് നമ്മൾ ലഞ്ചിന് കറിയായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് കിളിമീനാണ്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിളിമീനും പൊരിക്കാം, അതുപോലെ തന്നെ അച്ചിങ്ങ പയറും മെഴുക്ക് പുരട്ടിയും ചീര തോരനും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനിത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകി മാറ്റി ഒക്കെ വെച്ചു. അതിനുശേഷം സൈറു എണീറ്റു. അപ്പോൾ സൈറുവിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ റെഡിയാക്കുകയാണ്. മോൾക്കിപ്പോൾ 1.5 വയസ്സായി. അപ്പോൾ അവൾക്ക് കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ ഞാൻ ഞെരടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പംകിനൊക്കെ ബോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും അതൊന്നും നല്ല രീതിയിൽ വേണ്ട ക്വാണ്ടിറ്റിയിൽ ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ട് ഞാൻ ഇന്ന് അവളുടെ ഒരു മീലെന്ന് പറയുന്നത് റൈസും അതുപോലെ തന്നെ ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ആദ്യം അച്ചിങ്ങ പയർ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് വാഷ് ചെയ്തതിന് ശേഷം അത് കഴുകി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി കുറച്ച് കൂടുതൽ പൊളിച്ചെടുത്തായിരുന്നു. ഇതിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചിങ്ങ പയറിൽ വത്തൽമുളക് ക്രഷ് ചെയ്തും അതുപോലെ തന്നെ ഉള്ളി ചതച്ചും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സാധാരണ വെറുതെ തട്ടിക്കൂട്ടി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല റിലാക്സ് ചെയ്ത് നല്ല ഫ്രീ ആയിട്ട് ലഞ്ച് കുക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 12 മണിക്കാണല്ലോ ഇവിടെ ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് ലഞ്ച് എന്ന് പറയുന്നത് ഒരു 3-3:30, 4 മണിയാകുമ്പോൾ മതി. അപ്പോൾ ഇപ്പോഴേ പറഞ്ഞു ലഞ്ച് ഉടനെ വേണ്ട, എനിക്ക് ലേറ്റായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈമുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ റിലാക്സ് ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കും. അപ്പം വളരെ ഹർബറി ആണെങ്കിലാണ് ഞാൻ സവോളയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ സാറാക്ക് 1 ഗ്ലാസ് പാല് കൊടുത്തു, സൈറൂന് കുറുക്ക് കൊടുത്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പാനിലൊഴിച്ച് കടുക് പൊട്ടിച്ച് അപ്പോൾ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇനിയിപ്പോൾ കടുകൊക്കെ പൊട്ടിത്തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം ഒരു പിടി ഉള്ളി ചതച്ചതിട്ടു. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് കിടന്ന് മൂക്കണം. അപ്പോൾ മൂത്താലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒരു സ്മെല്ല്, ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ചില്ലി പൗഡർ, ഇടയ്ക്ക് ഞാൻ ചില്ലി പൗഡർ ടൈം കുറവുള്ളപ്പോഴത്തേനും വത്തൽമുളക് ക്രഷ് ചെയ്യാറൊന്നുമില്ല. കുറച്ച് ചില്ലി പൗഡറോ അല്ലെങ്കിൽ പച്ചമുളക് മാത്രമോ അങ്ങനെയൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ടേസ്റ്റി ആയിട്ട് നല്ല രുചിയായിട്ട് കഴിക്കാം. സാധാരണ എന്താണെന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ലഞ്ചെന്ന് പറയുന്ന തട്ടിക്കൂട്ടിയാണല്ലോ, ഒരുപാട് കാര്യമായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ ലഞ്ച് ഉണ്ടാക്കുന്നത് സാറ്റർഡേയിലും സൺഡേയിലുമാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സും ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് ചേർത്ത് അടച്ചു വെക്കാം. ഈ അച്ചിങ്ങ പയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വേവുള്ളൊരു വെജിറ്റബിളാണ്. അത്ര പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ കിടക്കണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറേ നേരം ഇരിക്കണം. അത്യാവശ്യം നല്ല വേവുള്ള ഒരു വെജിറ്റബിളാണ്. പിന്നെ അതിനുശേഷം ഞാൻ അരി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അപ്പം അതും അടച്ചു വെച്ച് വിസിൽ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ റൈസ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ദിവസം ഇങ്ങനെ കുക്കറിലിട്ട് വെക്കലാണ്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ പയർ അതും ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുക്കറിൽ ചോറും വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ അടുത്ത വെജിറ്റബിൾ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ചീരയാണ്. നല്ല അടിപൊളി ഫ്രഷ് പച്ച ചീര. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് നശിപ്പിച്ച് കളയണ്ടെന്ന് വിചാരിച്ച് ഇന്ന് ചീര വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് കിളിമീൻ ഫ്രൈ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളം ഒഴിച്ചിട്ടു. ഇതും നല്ല വൃത്തിക്ക് ഉപ്പും വിനേഗറും ചേർത്ത് നല്ല വൃത്തിക്ക് കഴുകി മാറ്റണം.
അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ അതിനുശേഷം ഞാൻ ചീരയൊക്കെ നല്ല വൃത്തിക്ക് അരിഞ്ഞു. അപ്പോൾ ചീര തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു തോരനും ഒരു മെഴുക്കുവരട്ടിയും ആണല്ലോ. അപ്പോൾ ചീര തോരന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചീര വെക്കലാണ്. അപ്പോൾ പാൻ വെച്ചു. പാൻ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടി, പിന്നെ അതുപോലെ തന്നെ ചോറ് കുക്കറിൽ ഇരിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പയ്യെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിക്കുകയാണ്. അതിനുശേഷം ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ചീര എനിക്കൊരബദ്ധം പറ്റിയെന്നാന്ന് വെച്ചാൽ ഞാൻ ചീരയുടെ കട്ടികളെ തണ്ടുണ്ടല്ലോ അത് വേറെ മാറ്റി വെച്ചിരുന്നു ആദ്യം കുറച്ച് നേരം വഴട്ടാനായിട്ട്. പക്ഷേ ഞാൻ ആദ്യം അങ്ങ് സോഫ്റ്റായിട്ടുള്ള ഇല ഭാഗം ഇട്ടു. അത് എനിക്ക് വിട്ടുപോയതാണ്. എന്താണേലും കുഴപ്പമില്ല, അടച്ചു വെച്ച് വേവിച്ചാൽ രണ്ടും നന്നായിട്ട് വേകും. അത് വിഷയമുള്ള കേസൊന്നുമല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം, അതായത് ചീരയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അടുപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ചീരയ്ക്ക് ഈ പറയുന്ന പോലെ അച്ചിങ്ങാപ്പയറിൻ്റെ അത്രയും നേരമൊന്നും വേണ്ട, വളരെ പെട്ടെന്നാകുന്ന വേവ് കുറവുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇടാൻ പോയ ആദ്യം ഇടാൻ വെച്ച ചീരയുടെ തണ്ട് എനിക്ക് പിന്നെയാണ് ഇടേണ്ടി വന്നത്. അത് സാരമില്ല, അത് വെന്തോളും. നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ചീരയ്ക്ക് ഒരുപാട് വേവൊന്നും ഇടില്ലോ, കൂടിപ്പോയ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ചീര വെന്തോളും. പിന്നെ ഞാൻ വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുന്നു. അപ്പം നമ്മുടെ കറികളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആവാനുള്ള കാര്യങ്ങളായി. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ലഞ്ചും ഏകദേശം ഒരു 12:30 1 മണിയോടുകൂടി സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ ഫുഡ് നേരത്തെ റെഡി ആയാലും കഴിക്കുന്നത് നമ്മളൊരു 3 മണി 4 മണിയാകുമ്പോഴേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഫിഷൊക്കെ നന്നായിട്ട് കഴുകി നല്ല വിനേഗറും സോൾട്ടും ഒക്കെ ചേർത്ത് കഴുകുമ്പോൾ എനിക്ക് കിളിമീൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ നന്നായിട്ട് അത് വിനേഗറും സാൾട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് മസാല പുരട്ടുകയാണ്. ഇപ്പം മസാല പുരട്ടുന്നത് ഒരു 1 ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ മസാല പുരട്ടുകയാണ്. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനേഗറും ചേർത്ത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് മസാല അത്ര പെരളൽ ശരിയാവുന്നില്ലാത്തത്. ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മസാല പുരട്ടി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഒരു 1 ഹവർ, കുറഞ്ഞത് 1 ഹവർ, ഒരു 1 ഹവറിന് ശേഷം പൊരിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല, ലഞ്ചിന് വേണ്ടി ഇനിയും ഒരുപാട് ടൈം കിടപ്പുണ്ട്. അതുകൊണ്ട് പയ്യെ റിലാക്സ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഈ കുക്കിങ്ങിനിടയിൽ ഞാൻ വീഡിയോ എൻ്റെ വീഡിയോ അപ്ലോഡിങ്ങും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിങ്ങിനിടയിൽ കുക്കിങ് മാത്രമല്ല, ഒരു മൾട്ടി ടാസ്ക്കാണ് ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഒരു മടുപ്പ് തോന്നുന്നില്ല. കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് എന്ന് പറയുന്നതും ഭയങ്കര ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അതിലെ എഡിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ അപ്ലോഡിങ് ആണെങ്കിലും ഭയങ്കര ആസ്വദിച്ച് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് കുറേ നാളായിട്ട് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്യാനായിട്ടുള്ള സമയം ഒത്തു വന്നത്. അപ്പോൾ ഒരുപാട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഈ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെ കാര്യവും ചെയ്ത് അതുപോലെ തന്നെ കുക്കിങ്ങും അതിൻ്റെ ഇടയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ ഉണ്ടാവണം. ഇപ്പോൾ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫിഷ് ഓക്കെ ആയി. അപ്പോൾ ഫിഷ് മസാലയൊക്കെ പുരണ്ട് നല്ല റെഡിയായി. അത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ല അടിപൊളി, ഇവിടുത്തെ കിളിമീൻ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ഫിഷാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല ഫ്രഷായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷുകളാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഫിഷുകളൊക്കെ ഭയങ്കര ഫ്രഷാണ്.
നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരൻ ഞാൻ തേങ്ങ ഒക്കെ ഒതുക്കി ചേർത്തായിരുന്നു. നമ്മുടെ ചീരത്തോരനും റെഡിയായി. നമ്മുടെ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടിയും റെഡിയായി. അപ്പോൾ കറികളെല്ലാം ഓൾമോസ്റ്റ്, അപ്പം നമ്മുടെ ചോറും വെന്ത് സെറ്റായി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡൺ. ഇനിയൊരു പപ്പടം പൊരിച്ചാലും കൂടെ മതി. ബാക്കി പരിപാടികളെല്ലാം ഇതാ വളരെ വേഗം കഴിഞ്ഞു. ഇത് പിന്നെ ഫിഷ് എന്ന് പറയുന്നത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്കും ഇക്കാക്കും ഫിഷ് നന്നായിട്ട് മുറുകണം. ഒരു അല്പം അവിടെ ഇവിടെയൊക്കെ മുറുകൽ കുറയുവാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് നല്ല മടിയാണ്. അപ്പോൾ ഫിഷ് പൊരിക്കുമ്പോഴത്തേനും ചിലർക്ക് അധികം ഓവർ ഫ്രൈ ആവണ്ട, അതുപോലെ തന്നെ ചിലർക്ക് ഓവർ ഫ്രൈ ആവണം, അങ്ങനെ പല കാറ്റഗറി ഉണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് എന്താണേലും ഞങ്ങളുടെ വീട്ടിൽ ഫിഷ് നല്ല ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. എങ്കിലും മാത്രമേ ഫിഷ് ടേസ്റ്റായിട്ട് കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോരോ പരിപാടികൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിഷ് വരെ ഫ്രൈ ചെയ്തു. ഇനി ജസ്റ്റ് പപ്പടവും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയാണ്. അപ്പം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിഷ് എന്ന് പറയുന്നത് വീക്കെൻഡ്സിലാണ് വാങ്ങിക്കുന്നത്. കാരണം ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേസിൽ ഫിഷിനൊക്കെ നല്ല ഓഫറുണ്ട്. പിന്നെ വീക്ക് ഡേയ്സിൽ ചിക്കൻ എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിലാണ് വാങ്ങിക്കുന്നത്. അതായത് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിലാണ് ചിക്കന് ഓഫർ. അപ്പോൾ ഇതാ നമ്മളെ റൈസൊക്കെ നന്നായിട്ട് വെന്തു. കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം ടാപ്പ് വാട്ടറിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇതാ നമ്മുടെ ചോറ് ഞാൻ ഇഡ്ഡലിത്തട്ടിലേക്ക് വെക്കുകയാണ് ആവി കയറാനായിട്ട്. ഇത് പഴയ ചോറല്ല, ഫ്രഷ്ലി പ്രിപ്പേർഡ് ആയിട്ടുള്ള ഇന്ന് വെച്ച ചോറാണ്. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ആവി പറക്കുന്ന ചോറ് കഴിക്കാനായിട്ട് അത് ഒന്നും കൂടി ഒന്ന് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റുകയാണ്. അപ്പോൾ ചോറിൻ്റെ കാര്യവും ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തതൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ